ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കെയിൻസ്. അപ്പോൾ ഇന്ന് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെ വീട്ടിലൊക്കെ തലേദിവസത്തെ ചോറ് ബാക്കി വരുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കാം. ഞാൻ തലേദിവസത്തെ എൻ്റെ ബാക്കിയൊന്ന് ഫ്രിഡ്ജിൽ വെച്ച ചോറാണ്, മട്ട അരിയുടെ ചോറാണ് കേട്ടോ, അതാണ് ഈ കളറ്. അപ്പോൾ ഞാനത് ഇന്ന് രാവിലെ എടുത്ത് ഒന്ന് ജസ്റ്റ് കഴുകിയ ശേഷം ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പം ഞാൻ 2 മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. വീട്ടിലെപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ തലേദിവസം ചോറ് ബാക്കി വന്നാൽ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും, 2 ദിവസം കഴിയുമ്പോൾ പിന്നെ കളയും, അങ്ങനത്തെ ഒക്കെ ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ 2 മുട്ട ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിൽ ഞാൻ അടിച്ചെടുത്തിട്ടത് കണ്ടോ, ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക, അധികം തിക്കാണ് തോന്നുകയാണെങ്കിൽ മുട്ട മാത്രം ചേർക്കുക, വെള്ളം ചേർക്കരുത്. ഇതിലേക്ക് 1 സ്പൂൺ മൈദ കൂടി ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മൈദ കൂടി മിക്സാക്കിയ ശേഷം നന്നാക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ഒട്ടും ചേർക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മുട്ട മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സവാളയാണ്. സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇത്ര ക്വാണ്ടിറ്റിയെ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ ഊത്തപ്പത്തിനൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഇത്. അങ്ങനെ സവാള ഞാൻ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് പിന്നെ അതുപോലെ കുറച്ച് കൊത്തിയരിഞ്ഞ 1 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ സവാളയും 1 പച്ചമുളക് അരിഞ്ഞതുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കണ്ടല്ലോ, ഇങ്ങനെ കൊത്തി അരിയാം. വലിയ പീസൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മക്കളൊക്കെ എന്താ പറയുക, ചെറിയ കുഞ്ഞു മക്കൾ കഴിക്കാനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പച്ചമുളക് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ കേട്ടോ. ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നന്നാക്കി ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടില്ല, ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ ഈ ബേക്കിംഗ് സോഡ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക് അകത്ത് വരുന്നില്ല. ഇതെല്ലാം മിക്സാക്കി നമുക്ക് യോജിപ്പിച്ച ശേഷം ഇനി ചുട്ടെടുക്കാൻ പോവാണ്. അധികം സമയമൊന്നും വെക്കേണ്ട, നേരെ ഡയറക്റ്റ് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ പാൻ ഇനി ചൂടാക്കാൻ വെക്കട്ടെ. ഫ്രൈ പാൻ ചൂടായ ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ തവണ മാത്രം കേട്ടോ, പിന്നെ ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പം പെട്ടെന്ന് എടുത്താൽ കിട്ടുന്ന പാത്രത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ദോശക്കല്ലിലൊക്കെ ആണെങ്കിൽ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഒരു തവി ഞാൻ അതിലേക്ക് ചൂടായ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഒരടപ്പ് വെച്ചിട്ട് മൂടിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കെന്നെ കാണാൻ പറ്റും ഹോൾസ് വരുന്നത്. നമ്മൾ ദോശയിലൊക്കെ വരുന്ന ഹോൾസ് പോലെ തന്നെ ഇതിലും വരും. കാരണം മുട്ടയും ചോറും ഒക്കെ ആണല്ലോ നമ്മൾ ചേർത്തത്. എനിക്കൊന്നും തലേദിവസത്തെ ചോറ് ബാക്കി വന്നിട്ട് ഇതേപോലെ ഒരു റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു പുട്ടിൻ്റെ. അപ്പോൾ അത് കാണാത്തവരെ കാണുക, അതിൻ്റെ അടിയിൽ കൊടുക്കുക അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഞാൻ തുറന്ന് നോക്കിയിട്ടോ, ഹോൾസ് വന്നപ്പോൾ അപ്പോൾ ഒന്നും കൂടി വേവാനുണ്ട്. പിന്നെ അടച്ച് വെച്ചു. അപ്പോൾ അധികം സമയമൊന്നും വേണ്ട, എനിക്ക് തോന്നുന്നു 30-45 സെക്കൻഡ്സിൻ്റെ അകത്ത് തന്നെ നമ്മൾ ദോശ മറിച്ചിടാനാവും നമുക്ക്. കണ്ടോ, സത്യം പറഞ്ഞാൽ ഒരു പാൻ കേക്ക് പോലെ തന്നെ ഉണ്ട്. ചോറ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് മനസ്സിലാവുന്നില്ല. വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടു ഈ ഒരു റെസിപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ബാക്കി വരുന്ന സാധനങ്ങൾ നമ്മൾ എങ്ങനെ നശിപ്പിക്കാതെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ചോറൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലെയും പ്രോബ്ലമാണ്. ബാക്കി വന്നാൽ അവിടെ ഫ്രിഡ്ജിൽ 2 ദിവസം കിടക്കും, പിന്നെ അത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ദോശ ഞാൻ കുറേ എണ്ണം ചുട്ടെടുത്തിട്ടോ. ഇപ്പോൾ എനിക്ക് ഈ ഒരു കപ്പ് കൊണ്ട് 6 ദോശ കിട്ടി. ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. നമ്മൾ തീ കൂടിയാൽ പ്രശ്നമാണ്, കാരണം അടി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അടച്ചു വെച്ച് വേവിക്കുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ദോശ നമുക്ക് ഈ ചോറ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടല്ലോ, ഇത് ഓവറായിട്ട് പരത്തുകയും ചെയ്യരുത്. കാരണം അധികം നൈസായി പോയാലും നമുക്ക് നന്നായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഹോൾസ് നമ്മൾ സാധാ ദോശയാണെന്ന് തന്നെ വിചാരിക്കുകയുള്ളൂ, അരി അരച്ചിട്ടുണ്ടാക്കിയ. അപ്പോൾ ഇത് ഇത്തിരി സമയം ലേറ്റ് ആയിപ്പോൾ ഞാൻ മറിച്ചിടാൻ, അതുകൊണ്ടാണ് ആ കളർ ജസ്റ്റ് ഒന്ന് മാറിയത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ദോശ കിട്ടിയിട്ടുണ്ട്. ദോശ മോള് അപ്പം തന്നെ തിന്നിട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്, പക്ഷെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. വേറെ കറികളൊന്നും വേണ്ട നമുക്കിതിനകത്തേക്ക്, ഇത് മാത്രം കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ഈസി റെസിപ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം.